صلى الله على محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, മഹാനായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം, മഹബ്ബത്ത്, ഇഷ്ക് ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഇഷ്ടത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുക, പിൻപറ്റുക എന്നത് തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ രീതികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ രീതികളിലേക്കുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, നിർബന്ധമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ നിർബന്ധമായ കാര്യങ്ങളോടൊപ്പവും അതിനു പുറമെയും ഒരുപാട് സുന്നത്തായ, റെക്കമെൻഡഡ് ആയ കാര്യങ്ങൾ പറഞ്ഞു. സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യൽ നിർബന്ധമല്ല, പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിലൂടെയാണ് മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടം കരഗതമാക്കുകയും ചെയ്യുക. ഫർള് എന്ന് പറയുമ്പോൾ നിർബന്ധ ബാധ്യത വീടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി. അതാണ് സുന്നത്തും കറാഹത്തും. ഈ രണ്ട് വിഷയങ്ങളുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ഈ ഹദീസിന്റെ പാഠങ്ങളിലൂടെ ഒരുപാട് പഠിച്ചത് അതിന്റെ വിവിധ ഭാഗങ്ങളാണ്. ഓരോ മൈന്യൂട്ടായ, വളരെ നിസ്സാരമായി എന്ന് നമുക്ക് തോന്നിക്കുന്ന വിഷയങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധ്യാപനം പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ തുപ്പണമെന്ന് പഠിപ്പിച്ചു. തുപ്പുന്നതിന്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ് തുപ്പല് ഇടതുഭാഗത്തേക്കാകണം അല്ലെങ്കിൽ പിൻഭാഗത്തേക്കാകണം. തുപ്പിക്കഴിഞ്ഞാൽ ദഫൻ അത് കഴുകിക്കളയണം, അല്ലെങ്കിൽ അതിന് മറമാടണം, മണ്ണ് വാരിയിടണം. അത് അതിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. തുപ്പുന്ന വിഷയത്തിൽ കറാഹത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തുപ്പരുത്. തുപ്പിക്കഴിഞ്ഞിട്ട് അത് മൂടിയിടാതെ അല്ലെങ്കിൽ വാഷ് ബേസിലൊക്കെ ആണെങ്കിൽ കഴുകാതെ പോകരുത്. അപ്പൊ ഇതിലാണ് സുന്നത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ അത് ചെയ്യുന്നത് ഹറാമൊന്നുമല്ല, എന്നാൽ ചെയ്യാതിരിക്കുന്നത് പുണ്യമാണ്. വിഷയങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. അതിനൊരു രീതി പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കുക, ബിസ്മില്ലി കഴിക്കുക, അത് അതിന്റെ ഒരു സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യൽ പറഞ്ഞു, അതൊരു ബോധത്തോടു കൂടിയാണെങ്കിൽ അത് സുന്നത്താണ്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരോ കാര്യത്തിലും പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു നബിയോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതാണ് ജീവിതം പരമാവധി പ്രവാചക ചര്യകൾക്ക് അനുസൃതമാക്കുക. അതിന് ബോധപൂർവ്വം മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ പല ഡിസിപ്ലിൻ സ്വീകരിക്കുന്നുണ്ട്, അച്ചടക്കങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിനും ചിലതിന് നിർബന്ധമായ അച്ചടക്കങ്ങളുണ്ട്, ചിലതിന് പ്രോത്സാഹജനകമായിട്ടാണ്, ചിലത് അത് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു ഫായിദയും തോന്നിയില്ലെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രകാരം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് വിലപ്പെട്ടതാണ്. ഒരു പുഞ്ചിരി പോലും വിലപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും പുണ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഒരു മരത്തിന് നട്ടുപിടിപ്പിക്കുന്നത്, മരത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യമാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നബിയെ പരമാവധി ജീവിതത്തിൽ പിൻപറ്റാൻ ശ്രമിക്കുക. അപ്പൊ ജീവിതത്തിൽ ഒരു വളരെ ലോലമായ ഒരു വിനയത്തോടു കൂടി, അഹങ്കാരമില്ലാതെ, വളരെ ശാന്തവും പീസ്ഫുള്ളായി ഇസ്ലാമിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിൽ കിട്ടപ്പെടാൻ. അബി ഫിറാസ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ ഫിറാസ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകനാണ്, ഖാദിമാണ്. ഒമിൻ അഹ്ലി സുഫ റളിയല്ലാഹു അൻഹു, ഒമിൻ അഹ്ലി സുഫ, അഹ്ലി സുഫത്തിന്റെ ആളുകളിൽപ്പെട്ട ആളാണ്. അഥവാ പ്രത്യേകമായി മദീനത്തെ പള്ളിയിൽ ഇരുന്ന് പഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിതം നീക്കിവെച്ച ആളുകളിൽപ്പെട്ട ആളാണ്. കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
റബിയ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രാത്രിയിൽ കൂടെ നിൽക്കും, നബിയുടെ കൂടെ നിൽക്കും രാത്രി, നബിക്ക് ഖിദ്മത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫആതിഹി ബിവളൂഇഹി, നബിയുടെ വുളൂഇന്റെ വെള്ളം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. വുളൂ എന്ന് പറഞ്ഞാൽ വുളൂ എടുക്കുക, വളൂ എന്ന് പറഞ്ഞാൽ വുളൂഇന്റെ വെള്ളം. വുളൂ എടുക്കാനുള്ള വെള്ളം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ തന്നെ ബിവളൂഇഹി വഹാജത്തിഹി, നബിയുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നബിന്റെ അടുത്തേക്ക് ചെല്ലും. ഫഖാല, അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, സല്ലി റബിയ, എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, എന്തും ചോദിക്കാൻ പറയാണ്. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, റസൂലേ അങ്ങയുടെ മുറാഫഖത്ത്, അങ്ങയുടെ റഫീഖാകാൻ, അങ്ങയുടെ ചാരത്തിരിക്കാൻ, അങ്ങയുടെ കൂടെ ഇരിക്കാൻ, എവിടെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ഞാൻ ചോദിക്കുന്നു നബിയെ. നബിനോട് തന്നെ ചോദിച്ചത്, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, നബിയെ അങ്ങയുടെ സാമീപ്യം, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അവ ഗൈറ ദാലിക, വേറെന്തെങ്കിലും ഉണ്ടോ? ഖുൽതു ഹുവ ദാക, എനിക്ക് അത് മാത്രമേ ഉള്ളൂ നബിയെ, എനിക്ക് അത് മാത്രമേ ഉള്ളൂ. ഖാല ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി, ഞാൻ നോക്കാം, പക്ഷെ എന്നെ സഹായിക്കണം, അലാ നഫ്സിക, നിന്റെ നഫ്സിന്റെ മേലില് എന്നെ ഒന്ന് സഹായിക്കണം, ബികസ്റത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട്, എന്നാ കുറച്ച് കൂടുതൽ നിസ്കരിക്കണം, നന്നായിട്ട് ഞാൻ നോക്കാം. ഫഅഇന്നി, എന്നെ സഹായിക്കണം ആ വിഷയത്തിൽ, മുറാഫഖത്ത് തരാം എന്നർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊക്കെ ആഖിറത്തിന്റെ കാര്യമാണ് ചോദിച്ചിരുന്നത്. ആളുകള് എന്ത് വിഷയം ഉണ്ടെങ്കിലും, ഭൗതികമായ വിഷയങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുആക്ക് ഫലമുള്ള, ഇജാബത്തുള്ള, മുസ്തജാബ് ദുആയ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, ഇന്ന ലില്ലാഹി ഇബാദൻ അശ്ഗസ അഗ്ബറ, അള്ളാഹുവിന്റെ ചില അടിമകളുണ്ട്, അവര് മുടി ചട പിടിച്ചവരായിരിക്കും, കാണാൻ കോലല്ലാത്തൊക്കെ ആൾക്കാരായിരിക്കും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിനെ മുൻനിർത്തി അവർ എന്തെങ്കിലും ഖസ്മ് ചെയ്ത്, സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു നിവർത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ കുറെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകും. അള്ളാഹുവുമായി ഇബാദത്ത് കൊണ്ടും എൽമ കൊണ്ടും അടുത്ത, ഇഖ്ലാസ് കൊണ്ടും അടുത്ത ആളുകൾ, പച്ച പറിച്ചിരുന്നുകൊണ്ട് മാത്രമല്ല, ആൾക്കാർക്ക് മനസ്സിലാവാത്ത വർത്താനം പറയലോ അല്ല അതിന് തെളിവ്. അള്ളാഹുവിന്റെ അടുക്കുന്ന ആളുകളുണ്ട്. ഹത്ത ഉഹിബ്ബഹു എന്ന് ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ അവരെ ഇഷ്ടപ്പെടും. അവരൊക്കെ ഇങ്ങനെ ഇത്തിബാഴ് ചെയ്ത ആളുകളാണ്, ശരീഅത്തിന് അനുകൂലമായി ജീവിച്ച് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തി, അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തി. ആ സൂക്ഷ്മതയെ പലപ്പോഴും നമുക്ക് വളരെ മോശമായിട്ടോ ജാള്യതയുള്ളതായിട്ടോ അല്ലെങ്കിൽ പഴഞ്ചനായിട്ടോ തോന്നാം. ആ സൂക്ഷ്മതയുടെ ഭാഗമായിട്ടാണ് ശുദ്ധമായ ഖുർആനോട്, അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുന്ന ഭാഗത്തിൽ പെട്ടിട്ടാണ് ഖുർആൻ എഴുതിയ ചോക്കുപൊടി താഴെ വീണു പോകുമോ എന്ന് ഭയപ്പെട്ട് ബോർഡിൽ എഴുതണ്ടെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾക്കത് കളിയാക്കാൻ വളരെ രസമാണ്, കളിയാക്കാൻ ഭയങ്കര സുഖമാണ്. അങ്ങനത്തെ സൂക്ഷ്മത വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അത് സൂക്ഷ്മതയുടെയും ആ ഒരു താലീമിന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള ബഹുമാനം, തന്നേക്കാൾ വലുതാണ് ബാക്കിയുള്ളതൊക്കെ എന്ന ചോദ്യം, താൻ എന്ന ചിന്ത, അപ്പൊ അങ്ങനെ കാണിച്ച ആൾക്കാരാണ്. അപ്പോ അങ്ങനത്തെ ആളുകളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആഖിറത്തിൽ അവരുടെ സാമീപ്യം, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അതാണ് പ്രധാനം. ആളുകളൊക്കെ തലവേദന കൊണ്ട് കുട്ടികൾക്ക് പോയി അവിടെ സുഖല്ല, കച്ചവടതാണ്, ഒക്കെ അള്ളാഹു നിവർത്തിച്ചു തരും, ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ. സുജൂദ്, അപ്പൊ എന്നെ സഹായിച്ച ആ വിഷയത്തിൽ അവിടെ വല്ലാത്തൊരു സ്നേഹവും ഇത്തിബാവും എല്ലാം ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസി, നിനക്ക് കഴിയുമെങ്കിൽ രാവിലെയും വൈകുന്നേരവുമാകാൻ, നീ രാവിലാകുന്നു വൈകുന്നേരമാകുന്നു, വലൈസ ഫീ ഖൽബിക ഗശ്ഉൻ ലി അഹദിൻ, ഒരാളോട് നിനക്ക് ചതിയോ വഞ്ചനയോ വെറുപ്പോ സംഗതി ഒന്നുമില്ല, അങ്ങനെ രാവിലെയും വൈകുന്നേരമായാൽ ഫഫ്അൽ, അങ്ങനെ ചെയ്തോ. ആരോടും വെറുപ്പും വഞ്ചനയും കാണിക്കാണ്ട് നിനക്ക് ഓരോ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ കഴിഞ്ഞു കിടക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്തോ. സുമ്മക്കാല, പിന്നെ നബി പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, വദാലിക മിൻ സുന്നത്തി, അത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്, ആരോടും വഞ്ചന പാടില്ല. വമൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, നിശ്ചയമായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടാനുള്ള രീതി എന്റെ സുന്നത്തിന് ഇഷ്ടപ്പെടലാണ്. വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, അവർ എന്റെ കൂടെ സ്വർഗത്തിലാകും. റവാഹു തിർമിദി.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി, എന്റെ സുന്നത്ത് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, ഇന്ദ ഫസാദി ഉമ്മത്തി, എന്റെ സമൂഹത്തില് ഫസാദ് വളരുന്ന കാലത്ത് എന്റെ സുന്നത്തിനെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ സമൂഹം ഫസാദാകുന്ന സമയത്ത് നന്മ പിന്തുടരാൻ ആളുകൾ വെറുപ്പ് വിചാരിക്കുകയോ അല്ലെങ്കിൽ സങ്കോചം കാണിക്കുകയോ ചെയ്യുന്ന ഒരു കാലത്ത് എന്റെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ, അവൻ അഹിയ സുന്നത്തി എന്നും ഇതിന്റെ റിവായത്തിലുണ്ട്, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ അവന് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു തുടങ്ങുന്നതിന് പകരം സലാം പറഞ്ഞു പഠിപ്പിക്കുക. അഫ്ഷുസ്സലാം ബൈനക്കും, സലാമിനെ പരത്തുക. അത് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്, റസൂലുള്ളാഹിന്റെ ആഹ്വാനത്തിൽപ്പെട്ടതാണ്. അപ്പൊ ആളുകൾക്കിടയിൽ സ്നേഹവും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ റസൂലിന്റെ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുക. എല്ലാവരും ഇങ്ങനെ ടേബിളുകളിലേക്കും ഇതിലേക്കൊക്കെ മടങ്ങുമ്പോൾ ചുരുങ്ങിയത് നമ്മുടെ വീട്ടിലെ സൗകര്യത്തിലെങ്കിലും നമുക്കൊന്ന് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണെങ്കിൽ പോലും ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ഒരു കാലത്ത് മനഃപൂർവ്വം വലത് കൈ കൊണ്ട് കഴിക്കുക. അതിൽ മോശമൊന്നുമില്ല, അതിന് തിരിയാവുന്നതാണ്. പരമാവധി കൈ സൂക്ഷിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ കൈമ അധികം ഒന്നും ഉണ്ടാവില്ല, ക്ലാസ്സിൽ പറ്റിപ്പിടിക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വെറുപ്പുള്ള രീതിയൊന്നുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മനോഹരമായ രീതികൾ. ആ ഒരു ഭക്ഷണ രീതി കണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ ദീനിനെ താല്പര്യപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. ഭക്ഷണ രീതി മാത്രം. നമ്മളെ കയ്യിൽ കുറെ ഉണ്ടാവും, പ്ലേറ്റിൽ കുറെ ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ ജീവിപ്പിക്കുക 100 ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹു അങ്ങനെ കാണാൻ, അങ്ങനെ റസൂലിനെ ഇഷ്ടപ്പെടാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നത്തെ ഒരു ദിവസം വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. മഹാനായ കുമരംപുത്തൂർ പി മുഹമ്മദ് മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വന്ദ്യരായ പ്രസിഡന്റ്, അഭിവന്ദരായ ഗുരുവര്യർ, ആയിരങ്ങൾക്ക് ഇൽമു പകർന്ന തഖ്വയോടെയും വറയോടെയും സ്വീകരിച്ച ഒരു മഹാപണ്ഡിതൻ കൂടി അള്ളാഹുവിലേക്ക് വിടവാങ്ങിയിരിക്കുകയാണ്. ഇൽമു ഉയർത്തപ്പെടുമ്പോൾ, നല്ല നല്ല മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒട്ടനവധി ഭയപ്പെടണം. അള്ളാഹു നല്ല പിൻഗാമികളെയൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ മഹാനായ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. കഴിയുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പ്രത്യേകമായി നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.